ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന്. വീട്ടുവളപ്പിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരം. മൃതദേഹം കാണാൻ മെഡിക്കൽ കോളേജിന് സമീപം നിരവധി ആളുകൾ എത്തിയതിനാൽ പൊതുദർശനത്തിന് ആശുപത്രിക്ക് മുൻപിലും അവസരമൊരുക്കിയിരുന്നു. ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ചാലക്കുടി നഗരസഭ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി മണിയുടെ വീടായ മണികൂടാരത്തിൽ നിന്ന് സനൂപ് ശശിധരനുണ്ട്. സനൂപ്, ഇന്ന് വൈകിട്ടാണ് മണിയുടെ സംസ്കാരം നടക്കുക. ബന്ധുക്കളും നാട്ടുകാരും ആരാധകരും എല്ലാം മണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുക. രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് വെച്ച ശേഷം ലളിതകലാ അക്കാദമി ഹാളിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം ചാലക്കുടിയിൽ നഗരസഭ അങ്കണത്തിലും പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള പലരും അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തുക. ചാലക്കുടിയുമായി വലിയ ബന്ധമാണ് മണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഒരുപാട് പേരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുമെന്നാണ് കണക്കൂട്ടുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഈ പ്രത്യേകം തയ്യാറാക്കിയ വീട്ടുവളപ്പിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചിതയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ നടനായിരുന്നെങ്കിൽ കൂടി ചാലക്കുടിക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ രാവിലെ മുതൽ തന്നെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ചാലക്കുടിയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഒഴുകി വന്നിരുന്നതിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. വീട്ടിലേക്ക് അധികം ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ബാരിക്കേഡുകളെല്ലാം പുറത്ത് കെട്ടിക്കൊണ്ട് ആളുകളെ അകത്തേക്ക് അധികം കടത്തിവിടാതെ തിരക്കൊഴിവാക്കിക്കൊണ്ടാണ് ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നമുക്ക് കാണാം, വീടിന് പുറത്ത് ഇപ്പോഴും നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നു. അവരെ ഗേറ്റിന് പുറത്ത് ആക്കിക്കൊണ്ടിരിക്കുന്ന അകത്തേക്ക് വന്നിരുന്ന ആൾക്കാരെയും ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി നാട്ടുകാരും ചേർന്നുകൊണ്ട് പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തിരക്ക് ഒഴിവാക്കുക എന്നതാണ് മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത്. ചാലക്കുടിയിൽ 12 മണി മുതൽ 3 മണി വരെ മുനിസിപ്പൽ അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ തൃശ്ശൂരിൽ തിരക്ക് കാരണം മെഡിക്കൽ കോളേജിൽ തന്നെ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കേണ്ടി വന്നു. അതിനുശേഷം അക്കാദമി ഹാളിലേക്ക് എത്താനും അല്പം വൈകി. ഇതെല്ലാം പൊതുദർശനത്തിന് ശേഷമാണ് ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 12 മണി മുതൽ 3 മണി വരെ എന്നുള്ളത് സ്വാഭാവികം അത് സമയം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ 3:30 വീട്ടിലെത്തുകയും 5 മണിക്ക് സംസ്കാരം ആരംഭിക്കാനുമാണ് പദ്ധതിയിട്ടിരുന്നത്. ശിവരാത്രിയാണ് എന്നതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ വൈകിക്കാൻ ആകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടരുക. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്യാം കൃഷ്ണൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴാണ് ലഭ്യമാവുക? മരണകാരണം സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭയുടെ പ്രത്യേകം തയ്യാറാക്കിയ പൊതുദർശന വേദിക്കരികിലാണ്. നേരത്തെ സനൂപ് പറഞ്ഞതുപോലെ നിരവധി ആളുകളാണ് ഇവിടേക്ക് മണിക്കൂറുകളോളം രാവിലെ മുതൽ മണിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഈ സ്ഥലത്ത് കാണാം. ഇതുവരെയും കലാഭവൻ മണിയുടെ മൃതദേഹം ചാലക്കുടിയിലെ ഈ പൊതുദർശന സ്ഥലത്ത് എത്തിയിട്ടില്ല. തൃശൂർ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക. തീർച്ചയായും ഇവിടെ പൊതുദർശനം തുടങ്ങിക്കഴിഞ്ഞാൽ തത്സമയം നമുക്ക് ഇവിടുന്നുള്ള ദൃശ്യങ്ങളും എത്തിക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മണിയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ഇന്നലെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം മീഥൈൻ ആൽക്കഹോൾ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുമായും പ്രത്യേക അന്വേഷണ സംഘം ഡിവൈഎസ്പിയുമായും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. രണ്ടു കൂട്ടരും പറയുന്ന പ്രധാന കാര്യം പോസ്റ്റ്മോർട്ടം മാത്രമല്ല, ഇനി കെമിക്കൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഉടലെടുത്ത സംശയം പോലെ മീഥൈൻ ആൽക്കഹോളിന്റെ അംശം മണിയുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മണിയിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടി വരും. അപ്പോൾ മാത്രമേ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള ഈ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയൂ. എന്തു തന്നെയായാലും ഈ ചാലക്കുടി നിവാസികൾക്ക്
പ്രത്യേകിച്ച് സിനിമയുടെ ഏത് അറ്റങ്ങളിലേക്ക് എത്തുമ്പോഴും ഏത് ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചാലക്കുടിക്കാരനായി അറിയപ്പെടാനായിരുന്നു എന്നും കലാഭവൻ മണി ആഗ്രഹിച്ചിരുന്നത്. ചാലക്കുടിക്കാരുടെ പാട്ടുകൾ പാടി ചാലക്കുടിക്കാരോടൊപ്പം എല്ലാ കാലത്തും നിലകൊണ്ട തങ്ങളുടെ അടുത്ത സുഹൃത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അത്രമാത്രം ആളുകളാണ് ഇന്ന് രാവിലെ നമ്മൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ കണ്ട അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചാലക്കുടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണ്. പലരും കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ ഉറക്കെ പാടിക്കൊണ്ടാണ് ഈ വഴിയിൽ നിൽക്കുന്നത്. വളരെ വേദനാജനകമായ കാഴ്ചയാണ് ഇപ്പോൾ ഈ ചാലക്കുടിയുടെ പൊതുദർശനത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കുന്ന ഇടത്തിൽ നിന്ന് നൽകാനുള്ളത്. മണിയുടെ വീടായ മണികൂടാരത്ത് നിന്ന് സനൂപ് ശശിധരൻ ഒരിക്കൽ കൂടി ചേരുന്നു. സനൂപ്, ചാലക്കുടിക്കാരൻ എന്ന നിലയിൽ ഏറെ ജനകീയനായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. നടൻ എന്നതിനേക്കാൾ ഉപരി കലാഭവൻ മണി. എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവസാനമായി മണിയെ കാണാൻ എത്രത്തോളം ആളുകളാണ് മണിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രമുഖരാരെല്ലാമാണ് ഇപ്പോൾ അവിടെയുള്ളത്? ചാലക്കുടിക്കാർക്ക് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു സിനിമാ താരമല്ല, അവരുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇവിടെ പെരുമാറിയതെല്ലാം തന്നെ. അദ്ദേഹം ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറായി ജീവിതം ആരംഭിച്ചു. ചാലക്കുടി പുഴയിൽ നിന്ന് മണൽ വാരി ജീവിച്ചു. അങ്ങനെയെല്ലാമാണ് ജീവിതം ആരംഭിച്ചത്. ഇവിടെയുള്ള അമ്പലങ്ങളിലെല്ലാം മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടും നാടൻ പാട്ട് അവതരിപ്പിച്ചുകൊണ്ടും ഒക്കെ ജനങ്ങളുമായി വളരെയധികം അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. വലിയ നടനായി മാറിയെങ്കിലും അദ്ദേഹം എപ്പോഴും നാട്ടിലുണ്ടാവുന്ന ഏതൊരു ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരാളുടെയും ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവമായാലും ശരി, ഓണാഘോഷമായാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, എന്ത് ആഘോഷമായാലും ചാലക്കുടിക്കാർക്കൊപ്പം അവരിൽ ഒരാളായി ഒരു സാധാരണക്കാരനായി തന്നെ കലാഭവൻ മണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സ്നേഹം നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നതാണ്. മുതിർന്നവർ പറയുന്നത് വീട്ടിലെ ഒരു അംഗമായിരുന്നു, മകനായിരുന്നു കലാഭവൻ മണി. ചിലർക്ക് മറ്റുള്ളവർക്ക് അദ്ദേഹം ചേട്ടനായിരുന്നു, ചിലർക്ക് സഹോദരനായിരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് അദ്ദേഹത്തെ ആളുകൾ ഇവിടെ സ്മരിക്കുന്നത്. സാധാരണക്കാരിൽ തുടങ്ങി ദേശീയ അവാർഡിന് ഒരു പ്രത്യേക ജൂറി പരാമർശമെല്ലാം നേടിയെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും ഒരു നടന്റെ ജാടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതും ചാലക്കുടിക്കാരുടെ അടുത്ത് കാണിച്ചിരുന്നില്ല. ചാലക്കുടിയിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് എന്തെങ്കിലും അദ്ദേഹം അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തിരുന്നു. പലരും പറഞ്ഞിരുന്നു ഇവിടെ അസുഖം വന്നവർക്ക് വേണ്ടി, ഒരു ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മമ്മൂട്ടി അടക്കമുള്ളവരെ കൊണ്ടുവരും, താരങ്ങളെ കൊണ്ടുവന്ന സ്റ്റേജ് ഷോ ഒക്കെ നടത്താൻ മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിരുന്നു. അതായത് നാട്ടുകാരുടെ ഏത് ആവശ്യവും കണ്ടറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം അതിനുവേണ്ടി തന്നാലാവുന്ന എല്ലാ സഹായം ചെയ്തുകൊണ്ടിരുന്ന ഒരു തനി നാടൻ തന്നെയായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം ആയിരുന്നപ്പോഴും അദ്ദേഹം വലിയ നടനായി മാറിയപ്പോഴെല്ലാം എവിടെ പോയാലും ചാലക്കുടിയെക്കുറിച്ച് പറയാതെ അദ്ദേഹം തൻ്റെ സ്റ്റേജ് ഷോ ആയാലും ശരി, അതുപോലെ തന്നെ ചാനലുകളുടെ അഭിമുഖങ്ങളായാലും ചാലക്കുടിക്കാരെയും അവിടെ നിന്ന് താൻ സംശീകരിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ഒരിക്കലും ചാലക്കുടി വിട്ടു പോകാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. വലിയ താരങ്ങളായപ്പോഴും സിനിമയുടെ സൗകര്യാർത്ഥം മറ്റു നഗരങ്ങളിലേക്ക്, വലിയ നഗരങ്ങളിലേക്ക് മാറാനൊന്നും തന്നെ മണി ശ്രമിച്ചിരുന്നില്ല. കലാഭവൻ മണി എപ്പോഴും ചാലക്കുടിക്കാരനായി തന്നെ അറിയപ്പെടാനും ചാലക്കുടിയുടെ ഒരു ഭാഗമായി തന്നെ തുടരണമെന്നും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം ഇത്ര വേഗത്തിൽ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആയിട്ടില്ല. വളരെ വേഗത്തിൽ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഒരുപാട് പേരാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിച്ചേരുന്നത്. പൊതുദർശനത്തിന് തൃശ്ശൂരിലിരിക്കുമ്പോഴും അതുപോലെ തന്നെ ചാലക്കുടി ഇരിക്കുമ്പോഴും വീട്ടിലേക്ക് നിരവധി പേർ, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ മുതൽ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും വീട്ടിന് മുന്നിലുള്ള റോഡിലെത്തുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അത്രയധികം താഴ്മയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. എല്ലാവരോടും ചാലക്കുടിക്കാരെല്ലാവരും തന്റെ സഹോദരങ്ങളാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ഓട്ടോ ഡ്രൈവറായി താഴ്ന്ന നിലയിൽ നിന്ന് ജീവിതത്തിന്റെ ഉയർച്ച പടവുകൾ ഓരോന്ന് കയറിയപ്പോഴും ഒരിക്കലും അദ്ദേഹം ചാലക്കുടിക്കാരെയോ അല്ലെങ്കിൽ ചാലക്കുടിയിലെ ജീവിതമോ അദ്ദേഹം മറന്നിരുന്നില്ല. അതിന്റെ ഒരു ഭാഗമായി തന്നെയായിരുന്നു. ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും കലാഭവൻ മണി തന്നെയാണ് നടത്താറ്. അത് 2 ദിവസത്തിനകം തന്നെ ആ ഉത്സവം നടക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് കലാഭവൻ മണി വിട്ടൊഴിഞ്ഞു എന്ന ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആർക്കുമായിട്ടില്ല. കഴിഞ്ഞ തവണ ഉത്സവത്തിന് അദ്ദേഹം എല്ലാവർക്കും യൂണിഫോം എന്ന രീതിയിൽ തന്നെ ഓരോ കളർ ഷർട്ടും മുണ്ടും എടുത്ത് ഇവിടുത്തെ യുവാക്കൾക്കും എല്ലാവർക്കും അദ്ദേഹം നൽകിയിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് താലപ്പൊലി പോയിരുന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മൃതദേഹം കാണാൻ മെഡിക്കൽ കോളേജിന് സമീപവും ആളുകൾ എത്തിയതിനാൽ പൊതുദർശനത്തിന് ആശുപത്രിക്ക് മുൻപിലും വലിയ തിരക്കുണ്ടായിരുന്നു. ഇതിനു മുൻപിലും പൊതുദർശനത്തിന് വച്ചിരുന്നു. ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സനൂപ് ശശിധരനാണ്. മണിയുടെ വീട്ടിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്യാംകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള.